ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവത്തിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹം. ദൈവത്തിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ചുള്ള 3 മാനങ്ങൾ. 1. അതിരുകളില്ലാത്ത സ്നേഹം. മനുഷ്യജീവിതത്തിൽ ഏറ്റവും ഉദാത്തമായ വികാരമാണ് സ്നേഹം. എന്നാൽ ആ സ്നേഹത്തിൻ്റെ ഏറ്റവും പൂർണ്ണമായ ഭാവം ക്ഷമയിലാണ് കുടികൊള്ളുന്നത്. തെറ്റുകൾ ചെയ്യുന്നതും വീഴ്ചകൾ സംഭവിക്കുന്നതും മാനുഷികമാണ്. എന്നാൽ ആ തെറ്റുകളെ മറന്ന് ചേർത്തു പിടിക്കുക എന്നത് ദൈവികമാണ്. 2. വീഴ്ചകളിൽ തളരാത്ത സ്നേഹം. നാം പലപ്പോഴും വിചാരിക്കാറുണ്ട്, നമ്മുടെ തെറ്റുകൾ കാരണം ദൈവം നമ്മിൽ നിന്ന് അകന്നു പോകുമെന്ന്. എന്നാൽ സത്യം അതല്ല. ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുമ്പോൾ പലതവണ വീഴാറുണ്ട്. അപ്പോഴെല്ലാം മാതാപിതാക്കൾ ആ കുഞ്ഞിനെ ശിക്ഷിക്കുകയല്ല, മറിച്ച് കൈപിടിച്ചുയർത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെയാണ് ദൈവവും. നമ്മുടെ പാപങ്ങളെക്കാളും വീഴ്ചകളെക്കാളും വലുതാണ് ദൈവത്തിൻ്റെ കരുണ. ക്ഷമിക്കുക എന്നത് ഒരാളെ തോൽപ്പിക്കലല്ല, മറിച്ച് സ്നേഹത്തിലൂടെ ഒരാളെ ജയിച്ചെടുക്കലാണ്. 3. മാറ്റമില്ലാത്ത സ്നേഹം. മനുഷ്യരുടെ സ്നേഹം പലപ്പോഴും സാഹചര്യങ്ങൾക്കും സ്വാർത്ഥതയ്ക്കും അനുസരിച്ച് മാറിമറയാം. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം ശാശ്വതമാണ്. നാം ദൈവത്തെ മറന്നാലും ദൈവം നമ്മെ മറക്കുന്നില്ല. മടങ്ങി വരുന്ന മകനെ കാത്തിരിക്കുന്ന പിതാവിനെ പോലെ എപ്പോൾ വേണമെങ്കിലും തിരികെ ചെല്ലാൻ പറ്റുന്ന ഒരിടമാണ് ദൈവകാരുണ്യം. പശ്ചാത്താപത്തോടെ അടുത്തു ചെല്ലുന്നവരോട് ദൈവം ചോദിക്കുന്നത് നീ എന്തിനു തെറ്റ് ചെയ്തു എന്നല്ല, മറിച്ച് ഇത്രയും കാലം നീ എവിടെയായിരുന്നു എന്നാണ്. ദൈവത്തിൻ്റെ സ്നേഹം ഒരു മഹാസമുദ്രം പോലെയാണ്. അതിൽ നമ്മുടെ തെറ്റുകൾ ഒരു മണൽത്തരി പോലെ അലിഞ്ഞു പോകുന്നു. ആ സ്നേഹത്തെ തിരിച്ചറിയുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. ഇരുളടഞ്ഞ വഴികളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മടങ്ങി വരാൻ ദൈവം എപ്പോഴും നമുക്കായി കൈനീട്ടി നിൽക്കുന്നു. ആ കാരുണ്യത്തിൽ വിശ്വസിച്ച് പ്രത്യാശയോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം.